ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഓരോ ദിവസവും ദൈവം നമ്മോട് സംസാരിക്കുന്നു എന്നുള്ള ഉറപ്പോടെ ചെറുതോ വലുതോ ആയ ഏതൊരു കാര്യത്തിൻ്റെ മേലും ദൈവത്തിന് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരാൻ കഴിയുമെന്നുള്ള ഉറപ്പോടെ ഒരിക്കൽ കൂടി വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവരോട് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവം തരുന്ന ആത്മീക ചിന്തകൾ പങ്കുവയ്ക്കാൻ ഇങ്ങനൊരു അവസരം തരുന്നതിന് ദൈവത്തെ ഇന്നും ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിച്ചുകൊണ്ട് വചന കേൾവിക്ക് താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ വിനീതമായ നാമത്തിൽ വന്ദനമറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ ചെറിയൊരു വാക്യം സംഖ്യാപുസ്തകത്തിൽ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. സംഖ്യാപുസ്തകം 27-ാം അധ്യായം 5-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 27-ാം അധ്യായം 5-ാമത്തെ വാക്യം. മോശ അവരുടെ കാര്യം യഹോവയുടെ മുമ്പാകെ വെച്ചു. അവരുടെ കാര്യം യഹോവയുടെ മുമ്പാകെ വെച്ചു. 27-ാം അധ്യായത്തിനകത്ത് വ്യത്യസ്തമായിരിക്കുന്നൊരു വിഷയമാണ് കാണാൻ കഴിയുന്നത്. ഒരപ്പൻ്റെ 4-5 പെൺമക്കൾ, സെലോഫഹാദ് എന്ന് പറയുന്നൊരു പിതാവിൻ്റെ മക്കൾ. ആ അപ്പന് ആൺമക്കളില്ലായിരുന്നു. അദ്ദേഹം മരുഭൂമിയിൽ വെച്ച് മരുഭൂമി യാത്രയിൽ മരിച്ചുപോയി. ആൺമക്കളില്ലാത്തതുകൊണ്ട് അവർക്ക് സഹോദരങ്ങളുടെ ഇടയിൽ അവകാശം കിട്ടിയില്ല പെൺമക്കൾക്ക്. അപ്പോൾ ആ പെൺകുഞ്ഞുങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് മോശയുടെ മുമ്പിൽ ചെന്നിട്ട്, ഞങ്ങൾക്ക് ആങ്ങളമാരില്ല, എൻ്റെ അപ്പൻ ആൺമക്കളില്ല. അദ്ദേഹം ദൈവത്തിന് വിരോധമായി സംഘം ചേർന്ന കോരഹിൻ്റെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് മോശയ്ക്കെതിരെ ദൈവത്തിനെതിരെ പറഞ്ഞതുകൊണ്ടൊന്നും അല്ല മരിച്ചത്. അതുകൊണ്ട് എൻ്റെ അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് കൂടി അവകാശം തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അപ്പൻ്റെ പെൺമക്കൾ മോശയുടെ അടുക്ക ചെല്ലുകയാണ്. മോശയുടെ അടുക്ക ചെല്ലുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് എന്ത് നടപടി എടുക്കണമെന്ന് എഴുതപ്പെട്ടൊരു നിയമമോ മോശയുടെ മനസാക്ഷിക്കകത്ത് അതിനെക്കുറിച്ചൊരു പൂർണ്ണ ബോധ്യമോ ഇല്ല. ഈ സാഹചര്യത്തിൽ ഇല്ലാത്ത ഒരു നിയമത്തിൻ്റെ സാധ്യതകൾ തേടി 3-4 മക്കൾ ഒരുമിച്ച് മോശ എന്ന ആത്മീക നേതാവിൻ്റെ മുമ്പിൽ ചെന്ന് കാര്യം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ മോശ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്ന ആ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ മുമ്പാകെ അവരുടെ കാര്യം യഹോവയുടെ മുമ്പാകെ വെച്ചു. ഞാൻ ആ വാക്ക് മാത്രം, പശ്ചാത്തലങ്ങളെല്ലാം നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ഓർപ്പിച്ചെന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ ചിന്തയിൽ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്ന ഭാഗം, ഇവിടെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് ന്യായമെന്ന് തോന്നുന്ന, നമുക്ക് അവകാശമാണെന്ന് തോന്നുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ഈ സഹോദരിമാർ പെൺമക്കളാണ്. അവർക്ക് പൊതുവിൽ ബൈബിളിൻ്റെ വീക്ഷണത്തിൽ ബലഹീനപാത്രങ്ങളാണ്. അവർക്ക് നേരിട്ട് ഈ കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്യാനുള്ള അറിവില്ല. അതുകൊണ്ട് ഇവർ നേരെ ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞോളാം എന്നും പറഞ്ഞുകൊണ്ടൊരു പിണങ്ങി, നേതൃത്വത്തോടോ മോശയോടൊക്കെ പിണങ്ങി ദൈവം ഞങ്ങളും കൂടി തീർത്തോളാം എന്നൊരു നയമല്ല എടുത്തത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നീതിയോടെ അവകാശമാക്കിയെടുക്കണമെങ്കിൽ അത് പറയാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. ആത്മീക നേതാവ് മോശ ഇവരെ വിടുവിച്ചു കൊണ്ടുവന്ന ഒരു വീണ്ടെടുപ്പുകാരൻ്റെ നിഴലിൽ നിൽക്കുന്ന ആളാണ്. അവിടെ ചെന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, പറയേണ്ടടത്ത് ആത്മാർത്ഥതയോടെ കാര്യങ്ങൾക്ക് നീക്കുപോക്ക് തരും, മുഖപക്ഷം കാണിക്കത്തില്ല, ധാർഷ്ട്യത്തോടെ ഇടപെടത്തില്ല, പക്ഷം പിടിക്കത്തില്ല എന്നൊക്കെ ബോധ്യമുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഈ കാര്യങ്ങൾക്കൊക്കെ നടത്തിപ്പുണ്ടാക്കി തരാൻ ദൈവമാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുമായിട്ട് പങ്കുവയ്ക്കുക. ഞങ്ങൾക്കിങ്ങനെ ഒരു വിഷയമുണ്ട്, ന്യായമായിട്ട് ഞങ്ങളുടെ അവകാശം, ഞങ്ങൾക്കും ജീവിക്കാൻ അവകാശമില്ലേ, ഞങ്ങൾക്കും ഈ കാര്യത്തിനകത്തൊക്കെ മുഖാന്തരങ്ങളില്ലേ എന്ന കാര്യം പക്ഷം പിടിക്കാതെ ദൈവസന്നിധിയിൽ വയ്ക്കാൻ കഴിവുണ്ട്, നിയോഗമുണ്ട്, നിയോഗിച്ചിട്ടുണ്ടെന്ന് ബോധ്യമുള്ളവരുടെ അടുക്കൽ പറയുക. ആ വിഷയത്തിൽ മോശ ദൈവസന്നിധിയിൽ അവരുടെ കാര്യങ്ങൾ വെച്ചു. നമ്മുടെ വിഷയങ്ങൾ കൊണ്ടുവയ്ക്കുവാൻ, അഥവാ ആ കാര്യത്തിനൊരു നടപടിയും നീക്കുപോക്കും ഉണ്ടാക്കുവാൻ
ഏറ്റവും പറ്റിയ സ്ഥലം ദൈവത്തിൻ്റെ സന്നിധിയാണ് ദൈവഭക്തരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ ഈ വിഷയം വെച്ചു. ചില ദിവസങ്ങൾ കാത്തിരുന്നു. ആ വിഷയത്തിന്മേൽ ദൈവം ഒരാലോചന ഉണ്ടാക്കി. ആ സഹോദരിമാരുടെ ഭാഗം അവർ പറഞ്ഞത് ന്യായമാണെന്ന് ദൈവം പറഞ്ഞു. ആ രീതിയിൽ കാര്യങ്ങൾക്ക് നടപടി ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഭാഗം ദൈവസന്നിധിയിലിരുന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സ് ഉറച്ച് പറയുന്ന, നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടി ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിക്കുന്ന വിഷയം, കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ചാൽ മറുപടിയില്ലാത്ത വിഷയങ്ങളില്ല. ഒരുപക്ഷെ നിയമപരമായി നമുക്കറിയില്ലായിരിക്കാം, നിങ്ങളുടെ വിഷയത്തിന് ഈ ഭൂമിയിൽ ഒരു നിയമമില്ലായിരിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ പക്കൽ നീതിയുണ്ട്. ആ നീതി നടപ്പാക്കി തരാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം മുമ്പാകെ വിഷയം വയ്ക്കുക എന്നത് വേദപുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് നമുക്ക് താങ്ങാൻ കഴിയാത്തതാണെങ്കിലും, രോഗമാണെങ്കിലും, സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നമുക്ക് നീതി നടപ്പാക്കി തരാത്തതാണെങ്കിലും, എന്തുവാട്ടെ, ഈ കാര്യങ്ങളെ സ്വർഗത്തിലിരുന്നു കൊണ്ട് നടപ്പാക്കി തരാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. അത് വിശ്വസിക്കണം. പാളയത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ പലതും വ്യക്തികൾ തമ്മിൽ പറഞ്ഞ് കലഹത്തിലേക്കും പിറുപിറുപ്പിലേക്കൊക്കെ മാറിയപ്പോൾ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന വിഷയത്തിന് പരിഹാരമില്ലാതെ പോയിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളാരുമായാലും നിങ്ങൾക്ക് ഇതൊക്കെ അറിയാതിരിക്കാം. പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, ഇതൊക്കെ അറിയാതിരിക്കാം. പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ ഇന്ന കാര്യത്തിന് ഒരു നീതി നടപ്പാക്കി തരണം, ഒരു നടപടി ഉണ്ടാക്കി തരണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും വിഷയമുണ്ടോ? നമ്മുടെ കാഴ്ചപ്പാട് ഒരു പടി കൂടി ഉയർന്നു വരണം. ഞാനീ പറയുമ്പോൾ ഒരു ദൈവദാസൻ പ്രാർത്ഥിച്ചാൽ നടക്കും എന്ന വിശ്വാസം അതിന് മുകളിലേക്ക് കയറണം. ഒരു ദൈവദാസനെ നമ്മൾ ചെന്ന് കണ്ടു, മോശയെ ചെന്ന് കണ്ടല്ലോ അവർ. പക്ഷെ മോശയുടെ ഭാഗത്ത് നിന്ന് ഒരു അഭിപ്രായം കേൾക്കാനല്ല. മോശ ആ കാര്യത്തിൽ വളരെ മാന്യനായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നാണ് ഇതിന് നടപടി ഉണ്ടാകേണ്ടത്. പ്രിയപ്പെട്ടവരെ, ആ ചിന്ത തന്നെ 1000 വട്ടം പ്രാർത്ഥിച്ച വിഷയമാണെങ്കിലും, ആരോടൊക്കെ പറഞ്ഞ വിഷയമാണെങ്കിലും, ഇന്ന് ഈ കൊച്ചു വാക്യത്തിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ചിന്തിക്കാമോ, കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ഈ വിഷയം വയ്ക്കുകയാണ്. അതിന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളെ കൂട്ടുപിടിച്ചോ? ഇല്ല, നിങ്ങൾ ഭാര്യയും ഭർത്താവും, അല്ല നിങ്ങൾ തനിച്ച് ആരുമാകട്ടെ, നിങ്ങൾ അമ്മയും മോനും ആയിക്കോട്ടെ. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ, കർത്താവിൻ്റെ പാദപീഠത്തിൽ വിഷയം വെച്ചാൽ ആ വിഷയത്തിൻ്റെ മേൽ നടപടി ഉണ്ടാക്കുന്നൊരു ദൈവമുണ്ട്. ഞാൻ ഈ വാക്യം ലളിതമായ വാക്യമാണ്, ഇതിനകത്തുനിന്നൊന്നും വ്യാഖ്യാനിക്കുന്നില്ലെന്നും എനിക്കറിയാം. പക്ഷെ കർത്താവ് എന്നെ ഒരു ദൂതേൽപ്പിക്കുന്നത് പോലെ ഏൽപ്പിച്ചത് എനിക്ക് മനസ്സിലായത് പറയുക. ഇന്ന് ദൈവസന്നിധിയിൽ ചില വിഷയങ്ങൾ ഏൽപ്പിക്കുക, അവൻ്റെ മുമ്പിൽ ചില കാര്യങ്ങൾ വയ്ക്കുക. അധികം താമസിയാതെ അവിടെ നിന്ന് കൃത്യമായ മറുപടി വരും. ഒരു ഇല്ലൻ്റിൽ രജിസ്റ്റർ ചെയ്തൊന്നും വരില്ലായിരിക്കും, പക്ഷേ നമ്മുടെ കണ്ണാൽ കാണത്തക്ക രീതിയിൽ, നമുക്ക് നീതിയോടെ നടപ്പാക്കത്തക്ക രീതിയിൽ എല്ലാ കാര്യവും നമ്മൾ ചോദിക്കുന്നത് നമുക്ക് അനുകൂലമായിട്ട് നടക്കുമെന്നൊന്നും ഞാൻ അവകാശമായി പറയുന്നില്ല. പക്ഷേ ഒരു നീതി ഉണ്ടാവും. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ദൈവം അതിന് മുഖാന്തരം ഒരുക്കട്ടെ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ വയ്ക്കാം. ആർക്കെങ്കിലും ഈ സഹോദരിമാരെ പോലെ എല്ലാവർക്കും എല്ലാമൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് മാത്രം ഇല്ലാതെ പോയല്ലോ, ഞങ്ങൾക്കൊരു ജന്മം തന്നല്ലേ, ഞങ്ങൾക്കൊരു കുടുംബം തന്നല്ലേ, എൻ്റെ ഈ കാര്യം അവിടുന്ന് നടപ്പാക്കി തരണം എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കാര്യം വയ്ക്കാൻ ഒരിച്ചിരി സമയം ചെലവഴിക്കുക. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ മനസ്സോടെ ചില കാര്യങ്ങൾ സമർപ്പിക്കുക. ദൈവം അതിന് പരിഹാരം ഉണ്ടാക്കും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പരമോന്നതനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഒരുപാട് പേരുടെ വിഷയം ആരോട് പറഞ്ഞാൽ തീരും? ഏത് കോടതി ഇത് പരിഹരിക്കും? ഏത് സഭാ കമ്മിറ്റി ഇത് കൈകാര്യം ചെയ്യും?
ഏത് കുടുംബയോഗക്കാരിത് കൈകാര്യം ചെയ്യും? ഇതൊന്നും അറിയാത്ത ഒരുപാട് പേരോട് പറഞ്ഞിട്ട് ഒരു നടപടിയില്ലാതെ പോയ കാര്യമുണ്ട്. ഒരിക്കൽ കൂടി ഈ വാക്യം ദൈവം ഞങ്ങളെ ഓർപ്പിക്കുകയാൽ അവിടുത്തെ മുമ്പിൽ വിഷയം വയ്ക്കുന്നു. ദൈവം പ്രവർത്തിക്കണേ. ഇത് കേട്ട് വിശ്വസിച്ച് ഞങ്ങളുടെ സന്നിധിയിലേക്ക്, ഒരു കോടതിയിലേക്ക് വരുന്നത് പോലെ ആരെങ്കിലും വന്നാൽ അവർക്ക്, ഈ സഹോദരിമാർക്ക് കാര്യം നടപ്പാക്കി കൊടുത്ത ദൈവമേ, ഇവർക്ക് വേണ്ടിയും ലോകത്തിൻ്റെ നിയമത്തേക്കാൾ വലുത് അങ്ങയുടെ കയ്യിലുണ്ടല്ലോ, നിറവേറ്റി കൊടുക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.